ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മുടെ PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചും അതുപോലെ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു 4 പേജ് അടങ്ങുന്ന ഒരു PDF നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ 2 പേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളിത് 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള 2 വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്തത് മീഡിയാശ്രീ. എന്താ മീഡിയാശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് ഏത് മീഡിയാശ്രീ എന്ന് പറയുന്നത്. തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായിട്ട് പരിശീലനം നൽകിയിട്ട് റിപ്പോർട്ടർമാരായിട്ട് നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, മീഡിയാശ്രീ എന്തിനു വേണ്ടിയുള്ളതാ? കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് ഏത് മീഡിയാശ്രീ എന്ന് പറയുന്നത്. ഇനി മെഡിസെപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? മെഡിസെപ്പ് എന്താ? മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അല്ലേ? ആർക്കൊക്കെ വേണ്ടിയിട്ടാ? സ്റ്റേറ്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ റിട്ടയർഡ് ആയ ആളുകൾക്കും വേണ്ടി പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് മെഡിസെപ്പ് എന്ന് പറയുന്നത്. ഇനി മൃത സഞ്ജീവനി, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് മൃത സഞ്ജീവനി എന്ന് പറയട്ടോ. മൃത സഞ്ജീവനി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് മൃത സഞ്ജീവനി. ഇനി മംഗല്യ പദ്ധതി എന്താ? വിധവകള്, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ എന്ന് പറഞ്ഞിട്ടോ. മംഗല്യ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വിധവകള്, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പുനർവിവാഹ ധനസഹായ ധനസഹായ പദ്ധതിയാണ് ഇത് മംഗല്യ എന്ന് പറയുന്നത്. ഇനി മിഠായി എന്താ? മിഠായി എന്തിനാന്ന് ചോദിച്ചാൽ 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഇത് മിഠായി. ഇനി രക്ഷ പദ്ധതി എന്താ? പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഇത് രക്ഷ എന്ന് പറഞ്ഞിട്ടോ. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഇതെന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനും ഓഫീസർമാരുടെ ഫോൺ, അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയിട്ട് ഒരു ആപ്പാണ് ഇത് രക്ഷ എന്ന് പറയുന്നത്. ഇനി എന്താ? ലക്ഷം വീട് പദ്ധതി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ഇത് ലക്ഷം വീട് പദ്ധതി. സംസ്ഥാനത്തെ ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ പേരാണിത് ലക്ഷം വീട് പദ്ധതി. ഇനി ലഹരി മുക്ത കേരളം എന്താ? സംസ്ഥാന എക്സൈസ് വകുപ്പ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇത് ലഹരി മുക്ത കേരളം എന്ന് പറയുന്നത്. ഇനി ലാഭപ്രഭ എന്താ? KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ഇത് ലാഭപ്രഭ. ഒരു ഫീഡറിന് കീഴിലുള്ള വൈദ്യുതി ഉപയോഗം 10% കുറച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് ലാഭപ്രഭ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ലീപ്പ് എന്താ? ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനായിട്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത് ലീപ്പ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് PSC. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായിട്ട് ആർക്ക് വേണ്ടിയിട്ട്? കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത് ലീപ്പ് എന്ന് പറയുന്നത്. ഇനി ലിംഗാവബോധ പരിപാടി എന്താ? സ്ത്രീധനം, ലൈംഗിക പീഡനം, ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രതിരോധിക്കാനും അതുപോലെ നിയമോപദേശം നേടാനുമായിട്ട് നടത്തുന്ന പരിപാടി നിയമോപദേശം ബോധവൽക്കരണമാണ് നടത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിംഗാവബോധന പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ലൈഫ്, ഇത് PSC ഒട്ടണ്ടവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് എന്താ? കേരള സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ഇത് ലൈഫ് എന്ന് പറയല്ലേ.
എന്താ കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ഇത് ലൈഫ് എന്ന് പറയുന്നത്. ഭൂരഹിതർക്കും അതുപോലെ ഭവനരഹിതർക്കും എന്ത് ചെയ്യും 5 വർഷം കൊണ്ട് വീട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, ലൈഫ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഇനി വനശ്രീ എന്താ? വനശ്രീ വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മയെ ഉപയോഗിച്ചുകൊണ്ട് വനവിഭവങ്ങൾ എന്ത് ചെയ്യുക, സമാഹരിക്കാൻ അതിനുശേഷം എന്ത് ചെയ്യുക, വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇത് വനശ്രീ എന്ന് പറഞ്ഞിട്ട്. വനശ്രീ സെൽ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? വനശ്രീ എന്താ? വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മയെ ഉപയോഗിച്ചുകൊണ്ട് വനവിഭവങ്ങൾ സമാഹരിച്ചിട്ട് വിപണനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത് വനശ്രീക്കുള്ളത്. ഇനി വഴിയോരം എന്താ? വഴിയോരം കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് വഴിയോരം എന്ന് പറയട്ടോ. വഴിയോരം. ഇനി വയോമിത്രം എന്താ? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇത് വയോമിത്രം എന്ന് പറയുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ് LGSന് ചോദിച്ചു അല്ലേ, ഇത് വയോമിത്രം എന്താ? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് ഇത് വയോമിത്രം പദ്ധതി. ആരാ നടപ്പിലാക്കുന്നത്? സാമൂഹിക നീതി വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി വയോമധുരം എന്താ? BPL വിഭാഗക്കാരായിട്ടുള്ള പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് വയോമധുരം എന്ന് പറയുന്നത്. BPL വിഭാഗക്കാരായിട്ടുള്ള പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ചോദിച്ചാൽ ഏതാ? വയോമധുരമാണ്. ഇനി വെർച്വൽ ലൂപ്പ് പദ്ധതി എന്താ? കവലകളിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ചിട്ട് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള ഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് വെർച്വൽ ലൂപ്പ് പദ്ധതി. കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ട് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള കേരള സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് എന്ന് പറയും. ഓർത്ത് നോക്കുക. ഇനി വാത്സല്യ നിധി എന്താ? വാത്സല്യ നിധി എന്ന് പറയുന്നത് നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കുന്നു. 18 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതിയാണ് ഇത് വാത്സല്യ നിധി എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പൊ വാത്സല്യ നിധി നിർധനരായിട്ടുള്ള പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് നിധിയും 50,000 രൂപ LICയിൽ നിക്ഷേപിക്കും. എന്നിട്ട് അത് 18 വയസ്സാകുന്ന സമയത്ത് അവർ ആവശ്യങ്ങൾക്ക്, അതായത് വിവാഹാവശ്യത്തിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിന്, ഏതിനാണോ ആവശ്യത്തിന് അതിന് വേണ്ടിയിട്ട് പലിശ സഹിതം എന്ത് ചെയ്യും? തുക ലഭ്യമാക്കുന്ന പദ്ധതിയാണ് വാത്സല്യ നിധി എന്ന് പറയുന്നത്. ഇനി VCAN എന്താ? VCAN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് ഇത് VCAN എന്ന് പറയുന്നത്. VCAN സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ചോദിച്ചാൽ ഏതാ? VCAN ആണ്. പ്രവാസി മലയാളി ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി VCare എന്താ? VCare എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി, അതുപോലെ സന്നദ്ധ സംഘടന, ഫൗണ്ടേഷന്, പൊതുമേഖല, പിന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വിഭവ സമാഹരണം നടത്തിയിട്ട് സഹായം അർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് ഇത് VCare എന്ന് പറയുന്നത്. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേവകർ എന്നിവയുടെ കൂട്ടായ്മയിലൂടെ സാമൂഹികാധിഷ്ഠിത പരിചരണ സേവന ശൃംഖല ഉണ്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം VCare ഓർത്തു നോക്കുക. VCare എന്തിനു വേണ്ടിയിട്ടാ? വ്യക്തികള്, സന്നദ്ധ സംഘടനകള്, ഫൗണ്ടേഷൻ, പൊതുമേഖല, അതുപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുള്ള വിഭവങ്ങൾ സമാഹരിച്ചിട്ട് എന്ത് ചെയ്യും? വേണ്ട ആളുകൾക്ക് നൽകുന്ന പദ്ധതിയാണ് ഏത്? VCare എന്ന് പറയുന്നത്. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സേവകർ എന്നിവയുടെ കൂട്ടായ്മയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പരിചരണ സേവനം ശൃംഖല ഉണ്ടാക്കുന്നത്. ഇനി വിശപ്പ് രഹിത നഗരമാണ്. എന്താ വിശപ്പ് രഹിത നഗരം? ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്നത് കേട്ടോ. ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും
ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്നത്. ഇനി വികലാംഗ സദനം. എന്താ വികലാംഗ സദനം? വികലാംഗരായവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ഇത് വികലാംഗ സദനം എന്ന് പറയുന്നത്. വനിതകൾക്കായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും പുരുഷന്മാർക്കായിട്ട് കോഴിക്കോടും പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭമാണ് ഇത് വികലാംഗ സദനം എന്ന് പറയുന്നത്. ഇനി വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രം. 16 വയസ്സിന് മേലുള്ള വികലാംഗർക്ക് ബുക്ക് ബൈൻഡിങ്, അതുപോലെ ടൈലറിങ്, എംബ്രോയിഡറി, കമ്പ്യൂട്ടർ എന്നിവയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇത് വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രം. എവിടേക്കുള്ള സ്ഥാപനങ്ങൾ? തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഏതുണ്ട്? വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? 16 വയസ്സിന് മേലെയുള്ള വികലാംഗർക്ക് വേണ്ടിയിട്ട് തൊഴിൽ പരിശീലനം ഏതിലൊക്കെ? ബുക്ക് ബൈൻഡിങ്, ടൈലറിങ്, എംബ്രോയിഡറി തുടങ്ങി കമ്പ്യൂട്ടർ തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇത് വികലാംഗ തൊഴിൽ പരിശീലന കേന്ദ്രം. ഇനി വികലാംഗരായ വയോധികർക്കുള്ള ഹോം. വികലാംഗരായ വയോധികർക്കുള്ള ഹോം 55 വയസ്സുണ്ട്. വയസ്സ് ഓർത്തുക്കണേ. 55 വയസ്സുള്ള വികലാംഗരായ വയോധികർക്കാണ് പ്രവേശനം. ആലപ്പുഴ, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിൽ എന്തുണ്ട്? വികലാംഗരായിട്ടുള്ള വയോധികർക്കുള്ള ഹോം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വിമുക്തി മസ്റ്റ് വണ്ണാണ്. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് വിമുക്തി എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് ഇത് വിമുക്തി എന്ന് പറയുന്നത്. അല്ലെ, വിമുക്തി. ഇനി വിജയാമൃതം. എന്താ വിജയാമൃതം? സാമ്പത്തികമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ബിരുദ, പ്രൊഫഷണൽ, ബിരുദാനന്തര ബിരുദ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടുമ്പോൾ നൽകുന്ന ക്യാഷ് അവാർഡാണ് ഇത് വിജയാമൃതം. സാമ്പത്തികമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർക്കായ കുട്ടികൾക്ക് ബിരുദ, പ്രൊഫഷണൽ, ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിക്കഴിയുമ്പോൾ അവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന പദ്ധതിയാണ് ഇത് വിജയാമൃതം. ഇനി വിജ്ഞാൻ വാടി. എന്താ? പട്ടികജാതി കോളനികളോടനുബന്ധിച്ചിട്ട് ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് ഇത് വിജ്ഞാൻ വാടി എന്ന് പറയും കേട്ടോ. വിജ്ഞാൻ വാടി പട്ടികജാതി കോളനികളോടനുബന്ധിച്ചിട്ട് ഇന്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് ഇത് വിജ്ഞാൻ വാടി. ഇനി വിദ്യായാത്ര കേട്ടോ. വിദ്യായാത്ര എന്താ? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതി. സൈക്കിൾ വിതരണ പദ്ധതിയാണ് ഇത് വിദ്യായാത്ര എന്ന് പറയും കേട്ടോ. എന്താ? വിദ്യായാത്ര. ഇനി വിദ്യാജ്യോതി. എന്താ? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠന ഉപകരണങ്ങൾക്കും അതുപോലെ യൂണിഫോമിനും ധനസഹായം നൽകാൻ വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠന ഉപകരണങ്ങൾക്കും അതുപോലെ യൂണിഫോമിനും ധനസഹായം നൽകാൻ വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. ഓരോ ജില്ലയിൽ നിന്നും 50 പേരെയാണ് ഇതിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഇനി വൃദ്ധസദനം. എന്താ വൃദ്ധസദനം? 60 വയസ്സിന് മേലെ സംരക്ഷിക്കാൻ ആളില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ഇത് വൃദ്ധസദനം എന്ന് പറയുന്നത് കേട്ടോ. 60 വയസ്സിന് മേലെയുള്ള സംരക്ഷിക്കാൻ ആളില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് ഇത് വൃദ്ധസദനം. എല്ലാ ജില്ലകളിലും എന്തുണ്ട്? വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി. എന്താ ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകള്, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത്. ഓർത്തുവെക്കുക, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകള്, നിയമാനുസൃതം വിവാഹമോചനം നേടിയവര്, അതുപോലെ 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകള്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവര്, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാര് എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇത് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത്. ഇനി ശുഭയാത്ര. എന്താ ശുഭയാത്ര? ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് ശുഭയാത്ര എന്ന് പറയുന്നത്. ഭിന്നശേഷി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ ശാസ്ത്രീയ സൗകര്യങ്ങളുള്ള മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാനത്തൊട്ടാകെ വിന്യസിക്കുന്നുണ്ട്. ശുഭയാത്ര ആർക്ക് വേണ്ടിയിട്ടാ? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭിന്നശേഷിയുള്ളവർക്ക് ഹൈടെക് സൗകര്യങ്ങളുള്ള വീൽ ചെയർ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് ശുഭയാത്ര. ഭിന്നശേഷി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ ശാസ്ത്രീയ സൗകര്യങ്ങളുള്ള മൊബൈൽ യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധ. എന്താ ശ്രദ്ധ?
പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 2, 5, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ മികവിലേക്ക് ഒരു ചുവട്. അങ്ങനെയാണ് പേര്. 2, 5, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ശ്രദ്ധ മികവിലേക്കൊരു ചുവട് എന്നത്. ഇനി ശ്രുതി തരംഗം. ഇതും നമ്മുടെ LGS ചോദിച്ചു അല്ലെ. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കാനുള്ള ചികിത്സാ പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം എന്ന് പറയുന്നത് കേട്ടോ. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇത് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ഇനി ഷീ ടാക്സി. കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന വനിതകൾക്കായിട്ടുള്ള ടാക്സി സർവീസ് ആണ് ഇത് ഷീ ടാക്സി എന്ന് പറയും കേട്ടോ. കേരള സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സി സർവീസ് ആണ് ഇത് ഷീ ടാക്സി എന്ന് പറയുന്നത്. ഇനി ഷീ ബോക്സ്. ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ഷീ ബോക്സ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഓൺലൈൻ പോർട്ടലായിട്ടുള്ള ഷീ ബോക്സിലൂടെയാണ് എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പരാതി നൽകാൻ കഴിയുന്നതാണ്. ഷീ ബോക്സ് സെക്ഷൽ ഹരാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ് എന്നാണ് ഷീ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തിനു വേണ്ടിയിട്ടാ? ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ഷീ ബോക്സ് എന്ന് പറയുന്നത്. ഇനി ഷീ ലോഡ്ജുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതവും താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ഷീ ലോഡ്ജ് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളിലും അതത് നഗരസഭകളുടെ നിയന്ത്രണത്തിലായിരിക്കും ഷീ ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പ് കുടുംബശ്രീ നിർവഹിക്കുന്നതുമാണ്. ഷീ ലോഡ്ജുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ഷീ ലോഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് സ്റ്റേ ഹോം കുടുംബ പിന്തുണയില്ലാത്തവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, ചൂഷിതർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്കുള്ള താൽക്കാലിക അഭയ കേന്ദ്രമാണ് ഇത് ഷോർട്ട് സ്റ്റേ ഹോം എന്ന് പറയും. ഷോർട്ട് സ്റ്റേ ഹോം കുടുംബ പിന്തുണയില്ലാത്തവർ, മാനസിക സമ്മർദ്ദമുള്ളവർ, ചൂഷിതർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യത്തിലുള്ള സ്ത്രീകൾക്കുള്ള താൽക്കാലിക അഭയ കേന്ദ്രമാണ് ഇത് ഷോർട്ട് സ്റ്റേ ഹോം എന്ന് പറയുന്നത്. ഇനി സനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് സനാഥ ബാല്യം. സനാഥ ബാല്യം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായിട്ടുള്ള ഒരു ജീവിതം നൽകുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് സനാഥ ബാല്യം എന്ന് പറയുന്നത്. ഇനി സമഗ്ര കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതികളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് സമഗ്ര എന്ന് പറയുന്നത്. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളിൽ നിന്ന് ബൃഹത് പദ്ധതികളിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് സമഗ്ര എന്ന് പറയുന്നത്. ഇനി സഹചാരി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിലും പഠന ഇതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC, NSS, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് തുടങ്ങിയവരുടെ സഹായം പ്രോത്സാഹിപ്പിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് സഹചാരി എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പഠനത്തിലും പഠന ഇതര പ്രവർത്തനങ്ങളിലും സ്കൂളുകളിലെ NCC, NSS, SPC തുടങ്ങിയവയുടെ ധനസഹായം പ്രോത്സാഹിപ്പിക്കാനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് സഹചാരി. ഇനി സമാശ്വാസം പദ്ധതി സമാശ്വാസം സംസ്ഥാന സർക്കാരിന്റെ വൃക്ക തകരാർ മൂലം ഡയാലിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സമാശ്വാസം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് വൃക്ക തകരാറ് മൂലം ഡയാലിസിന് വിധേയരാകുന്ന BPL കുടുംബങ്ങളിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സമാശ്വാസം. ഇനി സഞ്ജീവനി കേന്ദ്ര ഔഷധ സസ്യ ബോർഡ് കേരളത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിശീലന പരിപാടിയാണ് ഇത് സഞ്ജീവനി എന്ന കാര്യം ഓർത്തു. കേന്ദ്ര ഔഷധ സസ്യ ബോർഡ് കേരളത്തിൽ ആരംഭിച്ച ബോധവൽക്കരണ പരിശീലന പരിപാടിയാണ് ഇത് സഞ്ജീവനി. ഇനി സന്ദേശ് തൊഴിൽ നൈപുണ്യമുള്ള
സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സന്ദേശ് എന്ന് പറയുന്നത്. തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക, തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സന്ദേശ് ഓർത്തു വെക്കുക, തൊഴിൽ നൈപുണ്യമുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശത്തോടുകൂടെ ആരംഭിച്ച പദ്ധതിയാണ് സന്ദേശ് എന്ന് പറയുന്നത്. തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക, തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളെ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റുക, ഇതൊക്കെ എന്താണ് ഇതിന്റെ ലക്ഷ്യമാണ്. ഇനി സ്വയംപ്രഭ എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ ഡേ കെയർ പദ്ധതിയാണ് സായംപ്രഭ കേട്ടോ. സ്വയംപ്രഭയല്ല, സോറി, സായംപ്രഭ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വയോജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ ഡേ കെയർ പദ്ധതിയാണ് സായംപ്രഭ. ഇനി സ്പാർക്ക് എന്താ? സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം, സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായിട്ട് IT മിഷൻ തയ്യാറാക്കിയ പദ്ധതിയാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ ഓർത്തു നോക്കണം, ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പാർക്കിന്റെ എക്സ്പാൻഷൻ എന്താണെന്നുള്ളത് സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള എന്നാണ് സ്പാർക്കിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി സ്പീഡ് കേരള എന്താ? സ്പീഡ് കേരള സംസ്ഥാനത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്പീഡ് കേരള എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്പീഡ് കേരള. ഇനി സ്ത്രീ ശക്തി എന്താ? സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ ശക്തി എന്ന പ്രതിവാര ലോട്ടറിയിലൂടെ പണസമാഹരണം നടത്തുന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി. മുഴുവൻ തുകയും ഏതിനു വേണ്ടിയിട്ടാ? സ്ത്രീകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീ ശക്തി എന്താ? സ്ത്രീകളുടെ തൊഴിലും സുരക്ഷയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ ശക്തി എന്ന പ്രതിവാര ലോട്ടറിയിലൂടെ പണം സമാഹരിക്കും. ഇതിൽ കൂടെ കിട്ടുന്ന മുഴുവൻ പണം എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സ്പെഷ്യൽ ആശ്വാസ കിരണം എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കിടപ്പ് രോഗികളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പ്രതിമാസം 700 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസ കിരണം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? എൻഡോസൾഫാൻ ദൗരിത ബാധിതർക്ക് വേണ്ടിയിട്ട് പ്രതിമാസം 700 രൂപ നൽകുന്ന പദ്ധതിയാണ് സ്പെഷ്യൽ ആശ്വാസ കിരണം. ഇനി സ്മൈൽ എന്താ? സ്മൈൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സക്കായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. സ്മൈൽ എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാനായിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്നത്. ഇനി സ്നേഹധാര. സ്നേഹധാര എന്താ? വളർച്ചാ വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്നത്. സർക്കാർ ആയുർവേദ കോളേജിലെ ബാലചികിത്സാ വിഭാഗവുമായിട്ട് സഹകരിച്ചിട്ടാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ സ്നേഹധാര എന്താ? വളർച്ചാ വൈകല്യങ്ങളുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്നത്. ഇനി സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി എന്താ? മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടുകൂടെ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിയെ നോക്കാനും കഴിയുന്നില്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവരുടെ വീടുകളിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? സംരക്ഷണത്തിൽ വളർന്നിട്ട് വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. ഇനി സ്നേഹ സാന്ത്വനം എന്താ? എൻഡോസൾഫാൻ ദുരിതബാധിതരായ വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരായ വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഇനി സ്നേഹസ്പർശം എന്താ? ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇനി അടുത്തത് സ്നേഹസ്പർശം പദ്ധതി കേട്ടോ. സ്നേഹസ്പർശം വേറെയുണ്ട്, സ്നേഹസ്പർശം പദ്ധതി വേറെയുണ്ട്. എന്താ? ചൂഷണത്തിന് വിധേയരായ അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ട് പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി കേട്ടോ. ചൂഷണത്തിന് വിധേയരായ അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ട് പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി.
പദ്ധതി. ഇനി സ്നേഹിത എന്താ, അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ട് സഹായം ലഭ്യമാക്കാനായിട്ടുള്ള കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് ഇത് സ്നേഹിത. അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള സഹായം ലഭ്യമാക്കുന്നതിനായിട്ട് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രമാണ് ഇത് സ്നേഹിത. ഇനി സാഫല്യം എന്താ, വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് ഇത് സാഫല്യം കേട്ടോ. സാഫല്യം വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് ഇത് സാഫല്യം എന്ന് പറയുന്നത്. ഇനി സാന്ത്വനം എന്താ, കിടപ്പിലായ രോഗികളെ വീടുകളിൽ എത്തിയിട്ട് പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സാന്ത്വനം എന്ന് പറയുന്നത്. കിടപ്പിലായ രോഗികളെ വീടുകളിൽ എത്തിയിട്ട് പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഇത് സാന്ത്വനം. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി സിറ്റിസൺ സേഫ്റ്റി എന്താ, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്രാവേളകൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് ഇത് സിറ്റിസൺ സേഫ്റ്റി എന്ന് പറയുന്നത്. ആപത്ത് ഘട്ടത്തിൽ അടിയന്തര സന്ദേശം നൽകാൻ എന്ത് ചെയ്യും, ഇത് സംവിധാനമുണ്ട്. ഇനി സീതാലയം ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസികാരോഗ്യ സാമൂഹ്യ ശാക്തീകരണ പദ്ധതിയാണ് ഇത് സീതാലയം. ഇനി സുരക്ഷാരഥം എന്താ, ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലാളികൾക്ക് അവരുടെ ജോലി സ്ഥലത്തെത്തിയിട്ട് ആരോഗ്യ വിഷയങ്ങളിലെ വിവിധ പരിശീലനം നൽകി വരുന്ന പദ്ധതിയാണ് ഇത് സുരക്ഷാരഥം എന്ന് പറയുന്നത്. ഇനി സുരക്ഷിതാഹാരം, അതുപോലെ ആരോഗ്യത്തിനാധാരം. ഇനി സുരക്ഷിത ആഹാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം. സുരക്ഷിതമായ ആഹാരത്തെക്കുറിച്ചിട്ട് കുട്ടികളിൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സുരക്ഷിതാഹാരം ആരോഗ്യത്തിനാധാരം. ഇനി സുവർണ കേരളം പദ്ധതി നൂതനവും ആരോഗ്യകരവുമായിട്ടുള്ള കൃഷി രീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയിട്ട് സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സുവർണ കേരളം പദ്ധതി കേട്ടോ. നൂതനവും ആരോഗ്യകരവുമായിട്ടുള്ള കൃഷി രീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയിട്ട് സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സുവർണ കേരളം പദ്ധതി. ഇനി സംരംഭകത്വ വികസന ക്ലബ്ബ് എന്താ, വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വം സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ED ക്ലബ്ബ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് എന്ന പേരിൽ ആരംഭിച്ചത്. സംരംഭകത്വ വികസന ക്ലബ്ബ് അല്ലെങ്കിൽ ED ക്ലബ്ബ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ്. എന്തിനു വേണ്ടിയിട്ട്, വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വം സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് ED ക്ലബ്ബ് ആരംഭിച്ചത്. ഇനി സംഘകൃഷി എന്താ, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഭൂരഹിതരായ അയൽക്കൂട്ട കുടുംബങ്ങൾക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ സംഘകൃഷിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ സംഘകൃഷിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഭൂരഹിതരായിട്ടുള്ള അയൽക്കൂട്ട കുടുംബങ്ങൾക്ക്, കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുടുംബങ്ങൾക്ക്, സ്ഥലമില്ലാത്ത ആളുകൾക്ക് സ്ഥലം എന്ത് ചെയ്യും, പാട്ടത്തിനെടുത്തുകൊണ്ട് കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സംഘകൃഷിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി സ്വാസ്ഥ്യം അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇത് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വാസ്ഥ്യം എന്താ, അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇത് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. സ്വാസ്ഥ്യം അർബുദ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. എന്താ, അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇത് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇനി സ്വാശ്രയ ഭിന്നശേഷിയോ ബുദ്ധി വൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഇത് സ്വാശ്രയ. ഭിന്നശേഷിയോ ബുദ്ധി വൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഇത് സ്വാശ്രയ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താ, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്താ, വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, അതുപോലെ വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇത് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓർത്തുവെക്കുക, എന്തുവാ, വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണ് ഇത് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്.
വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണ് ഏത് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. ജന്മനായിട്ടുള്ള വൈകല്യം തടയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സൗജന്യ MMR കുത്തിവയ്പ്പും കൗമാരക്കാർക്ക് റൂബല്ല കുത്തിവയ്പ്പും നൽകുന്ന പദ്ധതിയാണ് ഇത് സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ്. ഇനി സേഫ് കിറ്റ് എന്താ? ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പരിശോധനകളും നടത്തിയിട്ട് തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിക്കുന്ന പദ്ധതിയാണ് ഇത് സേഫ് കിറ്റ് എന്ന് പറയുന്നത്. ഇനി സേവന എന്താ? സേവന 1970 മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന പദ്ധതിയാണ് ഇത് സേവന എന്ന് പറയുന്നത്. 1970 മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന പദ്ധതിയാണ് ഇത് സേവന എന്ന് പറയുന്നത്. ഇനി സേവാഗ്രാമം, സേവാഗ്രാമം എന്താ? സേവാഗ്രാമം ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ഇത് സേവാഗ്രാമം. ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രമാണ് ഇത് സേവാഗ്രാമം. ഇനി ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്താ? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നിവ 3 മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കേരള മിഷൻ എന്താ? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശുചിത്വ കേരള മിഷൻ. ഇനി ഹരിതശ്രീ എന്താ? ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ എന്ന് പറയുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ. ഇനി റെസ്ക്യൂ ഹോം എന്താ? അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്കും സംരക്ഷണം നൽകിയിട്ട് പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് റെസ്ക്യൂ ഹോമുകൾ. എവിടെയാ? മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു. അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിയിട്ട് പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇത് റെസ്ക്യൂ ഹോമുകൾ. എവിടേക്കുള്ളത്? മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി റീച്ച് മസ്റ്റാണ് ഇത്. സ്ത്രീകളുടെ തൊഴിൽ മേഖലയിൽ ഉന്നമനത്തിനായിട്ട് സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫിനിഷിംഗ് സ്കൂളാണ് ഇത് റീച്ച് എന്ന് പറയുന്നത്. റീച്ച് എന്താ? സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായിട്ട് സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിനിഷിംഗ് സ്കൂളാണ് ഇത് റീച്ച് എന്ന് പറയുന്നത്. ISRO സർട്ടിഫിക്കേഷൻ ഉണ്ട്. +2 കഴിഞ്ഞ പെൺകുട്ടികൾക്കും അതുപോലെ പരിശീലനം നൽകി പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്നു. തിരുവനന്തപുരത്തെ കണ്ണൂർ പിലാത്തറയിലാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായിക്കൊണ്ട് സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 പേജുള്ള ഒരു PDF ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തന്നെ എന്ത് ചോദിക്കാൻ സാധ്യതയുള്ളൂ? നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.